This is Neenu and welcome to Neen Vibes. തമ്മിലിനകത്ത് കണ്ട പോലെ നമ്മൾ ഇന്നൊരു ചിക്കൻ ബിരിയാണിയാണ് വെക്കുന്നത്. ചിക്കൻ ബിരിയാണി വെക്കാൻ വേണ്ടി ഞാൻ 1.5 കിലോ ചിക്കൻ എടുത്ത് കഴുകി അതിനകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും തൈരും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് അല്ലെങ്കിൽ ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ഈ റെസിപ്പിയിൽ ഉടനീളം ആവശ്യമുള്ള ഒന്നാണ് സവോള. അപ്പോൾ സവോള ഞാൻ നേരത്തെ തന്നെ അരിഞ്ഞ് വെക്കുകയാണ്, മിശ്രിതത്തിട്ട് കറക്കി വെക്കുകയാണ്. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എനിക്ക് ഇത്ര മതിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആഡ് ചെയ്തത്. വേറെ എരിവൊന്നും നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ ആഡ് ചെയ്യുന്നില്ല, പച്ചമുളക് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസിന് വേണ്ടി ഒരു 1/2 കിലോ അരി നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം, ഒരു 10-15 മിനിറ്റ്. പിന്നെ നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അത് തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ടുള്ള അല്ലറ ചില്ലറ സാധനങ്ങൾ, അതായത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇടുക. അതുപോലെ തന്നെ വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് ഒരു 2 സ്പൂൺ നെയ്യ്, അത് ചോറ് സ്റ്റിക്കി ആയിരിക്കാനാട്ടോ. പിന്നെ 2 സ്പൂൺ ഉപ്പും കൂടെ. പിന്നെയാണ് എൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റായ റോസ് പെറ്റൽസ്. അതുപോലെ തന്നെ ഒരു 2-3 തുള്ളി നാരങ്ങ നീരും പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന അരിയും കൂടെ ഇട്ട് നമ്മളൊരു 80% ചോറ് വേവിച്ച് മാറ്റി വയ്ക്കുക. അതുപോലെ ബിസ്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സവോളയൊക്കെ വറുത്തെടുത്തില്ലേ ബിരിയാണിക്കകത്ത്, അപ്പോൾ അതിന് വേണ്ടി ഞാൻ സവോളക്കകത്തോട്ട് കുറച്ച് ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നെയ്ക്കകത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ വറുത്തെടുത്തു. എന്നിട്ട് അതെടുത്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മളൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിനകത്തോട്ട് കുറച്ച് സവോള ഇട്ട് വഴറ്റണം. സവോള നല്ലതുപോലെ വഴണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ മതി എന്ന് എന്നോട് വീട്ടിൽ നിന്ന് മമ്മിയും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിൻ്റെ ആ ഒരു പേസ്റ്റും അതുപോലെ അരിഞ്ഞ് വെച്ചിരുന്ന ഒരു 2 തക്കാളിക്കയും കൂടി ഇതിനകത്തിട്ട് അത് നല്ലതായിട്ടൊന്ന് സോട്ട് ചെയ്തൊന്ന് വാടി വരുമ്പോഴത്തേനും അതിനകത്തോട്ട് മഞ്ഞൾ പൊടിയും കൂടെ ഇടണം. മഞ്ഞൾ പൊടിയുടെ ആ കുത്തൽ മണവും ആ ഒരു റോ സ്മെല്ല് മാറി കഴിയുമ്പോഴത്തേനും നമ്മൾ നേരത്തെ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന ചിക്കനും കൂടെ എടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതെനിക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ കയ്യിൽ ഫോണും കൂടെ ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ തൈര് ഒഴിക്കണം. തൈരെന്ന് പറയുന്നത് ഏകദേശം ഒരു 1/2 കപ്പാണ് കേട്ടോ. ഈ ഒരു ക്വാണ്ടിറ്റിക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ച് അതും കൂടെ മിക്സ് ചെയ്ത് പിന്നെ ഈ ഗ്രേവിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിനകത്തോട്ട് മല്ലിയില, പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു 20 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ മമ്മിയുടെ ഒരു സ്പെഷ്യൽ ഹോം മെയ്ഡ് മസാലയുണ്ട്, അതും കൂടെ ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടെ വേവിക്കും. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചേക്കുന്ന മല്ലിയിലയും പുതിനയിലയും ലെയറിങ്ങിന് വേണ്ടി, അത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഒരു 80% വേവിച്ച് വെച്ചേക്കുന്ന ചോറില്ലേ, അതും കൂടി ഇതിനകത്തോട്ട് നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ചോറ് ഓരോ ലെയർ ഇട്ട് കഴിയുമ്പോഴത്തേനും അതിനകത്തോട്ട് ഓരോ സ്പൂൺ നെയ്യും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കണം. അതുപോലെ ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് ബിസ്തയാണ്. ബിസ്ത നമ്മൾ ലെയർ പോലെ ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ ഫൈനൽ ലെയറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മുകളിൽ നമ്മൾ മല്ലിയിലയും പുതിനയിലയും, എനിക്ക് മല്ലിയിലയും പുതിനയിലയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വാരി ഇടുന്നത്. അതുപോലെ കാഷ്നട്ടും മുന്തിരിങ്ങയും നമ്മൾ ഇട്ട് കൊടുക്കണം. ഇനിയാണ് ഇതിൻ്റെ ഫൈനൽ പാർട്ടിലോട്ട് നമ്മൾ പോകുന്നത്, ദം ചെയ്യാൻ പോകാം. ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ബിരിയാണി പോട്ട് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ ഓൾറെഡി ദം ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്റ്റീലിലെ ഒരു അലൂമിനിയം ലിഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അലൂമിനിയം ലിഡിൻ്റെ മുകളിലോട്ട് ഇതിൻ്റെ ആ ഗ്ലാസ് ലിഡും കൂടെ വെച്ച് ഒരു 10 മിനിറ്റ് ഞങ്ങൾ ദം ചെയ്തു. ദം ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു 80% കുക്ക്ഡ് ആയിട്ടുള്ള ആ റൈസും അതുപോലെ നമ്മുടെ ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് ആ ഫ്ലേവർ എല്ലാം കൂടെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റി ബിരിയാണി ആയിട്ട് മാറും. കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ടെങ്കിലും നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് എൻ്റെ അപ്പ ബിരിയാണിയൊക്കെ കഴിച്ചു തുടങ്ങി. ഞാൻ എന്നെ ഉണ്ടാക്കിയാലും വലിയായിട്ട് കുറ്റമൊന്നും പറയാതെ കഴിക്കുന്ന ഒരാളാണ് എൻ്റെ അപ്പ. ഞാൻ വലിയ തലക്കേടില്ലാതെ വെക്കുന്ന എല്ലാ റെസിപ്പീസും എനിക്ക് കാണിച്ചു തന്നത് മമ്മിയാട്ടോ. ഇതാ എൻ്റെ മമ്മി. ഇത് വെച്ചപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും ഒക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എൻ്റെ അനിയത്തിയാണ്, എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ. അവൾക്കാണെങ്കിൽ ഞാൻ വെക്കുന്ന ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരേ ഒരു അനിയത്തി, കുഞ്ഞിപ്പെണ്ണ്. ഞാനുണ്ടാക്കിയ ബിരിയാണി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പം ദിസ് ഈസ് നീനു സൈനിങ് ഓഫ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. ബൈ.